എല്ലാവർക്കും നമസ്കാരം. റോമാലേഖനം 9-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്. പൗലോസിന് അതിയായ ദുഃഖമുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൗലോസിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാരണം ഈ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ആരാണ്? ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു നല്ല ഇസ്രയേലിനാണ് അല്ലേ. അപ്പോൾ ഈ പൗലോസിൻ്റെ ദുഃഖം മുഴുവൻ എന്താണ്? പൗലോസിന് അതിയായ ആഗ്രഹമാണ് ഇസ്രയേലിലുള്ള എല്ലാ മക്കളും രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ അംഗീകരിച്ചും അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് പൗലോസിൻ്റെ അതിയായ ആഗ്രഹമാണ്. എന്നാൽ പൗലോസ് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? അവർ പകുതി പേരും ഇത് വിശ്വസിക്കുന്നില്ല. അത് പൗലോസിന് ഭയങ്കര ദുഃഖമാണ്. അതുകൊണ്ട് പുള്ളി അങ്ങോട്ട് വന്നു, ജാതികളുടെ ഇടയിലേക്ക്, അതായത് ഇസ്രായേൽക്കാർ അല്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക്, അവരെല്ലാം ചേർത്ത് വിളിക്കുന്നതാണല്ലോ ജാതികൾ. അപ്പോൾ ഈ ജാതികളുടെ ഇടയിലേക്ക് വന്നു. ഇവിടേക്ക് വന്ന് പൗലോസ് സുവിശേഷം പറയുന്നു. കുറേ പേര് അത് സ്വീകരിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണ്? ഇസ്രായേലിലും കുറേ പേര് വിശ്വസിച്ചവരുണ്ട്. കാരണം ശിഷ്യന്മാർ മുഴുവൻ എവിടത്തുകാരാണ്? ഇസ്രായേൽക്കാരാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ളവരാണല്ലേ. അപ്പോൾ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്, ഒത്തിരി പേര് രക്ഷിക്കപ്പെടാത്തതുമുണ്ട്. ഓക്കെ, അപ്പോൾ പൗലോസ് അതിൽ അതിയായ ദുഃഖമുണ്ട്. പക്ഷേ പൗലോസ് അവിടെ പറയുന്ന വേറൊരു കാര്യം എന്താണ്? ഈ ഇസ്രായേലിൽ എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുത്തവർ തന്നെയാണ്. സത്യമാണ്, അവരെയാണ് വാഗ്ദത്ത സന്തതിയായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ അവർ ദൈവത്തെ അംഗീകരിക്കാതെ, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതെ വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവർ ആ ന്യായപ്രമാണത്തിൽ തന്നെ, എന്ന് വെച്ചാൽ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ന്യായപ്രമാണത്തിലുള്ളത് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താണ്, തങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ മതി, ഹൃദയത്തിലൊരു പരിച്ഛേദന വേണ്ട, എന്താ പറയുക, അല്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ച് പോകുന്ന ഒരു കൂട്ടരാണ് ആര്? ഈ യഹൂദന്മാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്താണ്? അവർ യേശുക്രിസ്തുവിനെ അങ്ങ് അംഗീകരിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശ്വാസമാണല്ലേ. വിശ്വാസമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അതവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ രക്ഷ എങ്ങോട്ട് വന്നത്? ജാതികളായിട്ടുള്ളവരുടെ അടുത്തോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ ജഡപ്രകാരമുള്ള മക്കളല്ല മക്കൾ. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ജഡപ്രകാരം, അതായത് ദൈവം തിരഞ്ഞെടുത്ത മക്കളാണ് ആര്? ഇസ്രായേൽക്കാർ. അപ്പോൾ ആ ഇസ്രായേൽക്കാരെല്ലാവരും അല്ല ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഒരു പുതിയ നിയമം അല്ലേ. യേശുക്രിസ്തുവിനെ അംഗീകരിച്ചും എങ്ങനെ നമ്മൾക്ക് രക്ഷ നേടാം എന്നുള്ള ഒരു പുതിയ നിയമം, അതിനകത്ത് വിശ്വസിക്കുന്ന, അതായത് ചുരുക്കി പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് കീഴിൽ നിൽക്കുന്നവരല്ല, പുതിയ നിയമപ്രകാരം വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ. അതായത് വിശ്വസിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ നിൽക്കുന്നവർ, അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, യേശുക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്നവരാണ് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്. ഓക്കെ, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തെ തന്നിരിക്കുന്നു, ആ വാഗ്ദത്തത്തെ പ്രാപിച്ചിരിക്കുന്നവർ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവരാണ് ആരെന്ന് പറയുന്നത്? വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യമുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ അല്ലേ, ഇന്ന് പലരും എന്താണ്, പഴയ നിയമപ്രകാരം ജീവിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ കുറേ പ്രവർത്തികൾ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷ നേടാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്ന് വെച്ചാൽ അത് ആരാണെന്ന് നമ്മൾക്കറിയാം അല്ലേ. കുറേ നമ്മൾ എന്താണ് ഈ പ്രത്യേകിച്ച് എന്താ പറയുക, ഇതര ക്രിസ്ത്യൻ സമൂഹത്തെ എടുത്ത് നോക്കിയാൽ കുമ്പസാരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുമ്പസാരത്തിലൂടെ രക്ഷ നേടാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പിന്നെ എന്താണ്, അവർ എന്താ പറയുക, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന പഴയ ന്യായപ്രമാണ പ്രകാരം ജീവിച്ചു പോകുന്നവരാണ് ആര്? ഇന്നത്തെ ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും. ഓക്കെ, അപ്പോൾ ഇവരൊന്നും ആരല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ഇവരാരും വാഗ്ദത്ത സന്തതിയല്ല. അപ്പോൾ ഈ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് ആര്? വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാഗ്ദത്ത സന്തതി ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതിയോ? പോരാ, അതിന് കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമ്മൾ എങ്ങോട്ടാകത്തുള്ളൂ? വാഗ്ദത്ത സന്തതികളായിട്ട് മാറത്തുള്ളൂ. അതായത് ദൈവത്തിൻ്റെ പുതിയ നിയമ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ മാറത്തുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾക്കറിയാം, കുറേ പേര് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നുണ്ട്, പിതാവാം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ കൽപ്പന എന്ന് പറയുന്ന കുറച്ചൊണ്ണമുണ്ട്. ദൈവം പുതിയ നിയമത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ചില കൽപ്പനകളുണ്ട്. പഴയ നിയമത്തിൽ തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട്, അതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതിന് കുറച്ചും കൂടി അതിനെ സ്ട്രോങ് ആയിട്ട് പുതിയ നിയമത്തിൽ അതിനെ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, അതല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ദൈവത്തെ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയായിട്ട് മാറുവാൻ, അല്ലെങ്കിൽ ഒരു വാഗ്ദത്ത സന്തതിയായിട്ട് മാറുവാൻ എങ്ങനെ ആകണം എന്നുള്ളത് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപേ ഓർക്കുക, ഇന്ന് നമ്മൾക്കറിയാം, ഈ ലോകത്തിലുള്ള ഏത് വ്യക്തികളെ നിരീക്ഷിച്ച്
നിരീശ്വരവാദികളല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏത് സമൂഹത്തെ എടുത്താലും, ക്രിസ്ത്യൻ സമൂഹത്തെ എടുത്താലും, ഹിന്ദു സമൂഹത്തെ എടുത്താലും, മുസ്ലിം സമുദായത്തെ എടുത്താലും എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണം അല്ലേ? അപ്പോൾ ഈ എന്താ പറയുക, ക്രിസ്ത്യാനികൾ പറയുന്നു നിത്യതയിലേക്ക് പോകണം, അതായത് സ്വർഗത്തിൽ പോകണം. മുസ്ലിംസും പറയുന്നു സ്വർഗത്തിൽ പോകണം. അപ്പോൾ ഹിന്ദുക്കൾ പറയുന്നു മോക്ഷം കിട്ടുക എന്ന് പറയും. എന്ന് വെച്ചാൽ അതിലും അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വർഗത്തിൽ പോകുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ദൈവമക്കൾ അല്ലേ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ പോകുക. ഒരു വിശ്വാസിയായിരിക്കുന്ന, അത് ഏത് മതത്തിലുമാകട്ടെ, വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുടെ ലക്ഷ്യം എന്താണ്? അവരൊക്കെ വിശ്വസിക്കുന്നു ഈ മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്, ആ ഒരു ജീവിതത്തിലോട്ട് അവർക്ക് പ്രവേശിക്കണം, അതായത് നിത്യതയിലേക്കും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് ഇവർക്ക് കടക്കണമെന്നൊക്കെ ഇവർ വിചാരിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾക്കറിയാം, നമ്മളുടെ വിശുദ്ധ ബൈബിളിനകത്ത് എങ്ങനെയാണ് നമ്മൾക്ക് ഈ സ്വർഗരാജ്യത്തിലോട്ട് കടക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രകാരം ജീവിച്ചില്ല എങ്കിൽ എന്താണ്? നമ്മൾ അതിനകത്തോട്ട് കിടക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ എത്ര നീതിയോടെ ജീവിച്ചാലും, ഞാൻ എത്ര അതിവിശുദ്ധയായിട്ട് ജീവിച്ചാലും അതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. അപ്പോൾ ഈ കൽപ്പന എന്താണ്? പുതിയ നിയമത്തിൽ നമ്മളുടെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ കൂടാതെ ദൈവം തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ്? യേശുക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കണം. അത് അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയണം. അതിനുശേഷം എന്താണ്? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം അല്ലേ? ഇതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി അതൊക്കെ നമ്മൾക്കറിയാം, ഇപ്പോൾ ക്രിസ്ത്യാനികളെ എടുത്തു നോക്കുമ്പം പലയിടത്തും എന്താണ്? ശിശുസ്നാനമുണ്ടല്ലേ? എന്താ പറയുക, ശിശുസ്നാനം എന്ന് പറയുന്നത് എന്താണ്? മാമോദിസ, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ വചനം എന്താണ് പറയുന്നത്? നമ്മൾക്ക് വിശ്വസിക്കുവാനുള്ള പ്രായമാകണം. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി വേറൊരാൾ എൻ്റെ വിശ്വാസം ഏറ്റു പറഞ്ഞാൽ പോരാ. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വലാണ്, ഓരോ വ്യക്തികളും പ്രാപിച്ചെടുക്കേണ്ടതാണ്. അല്ലാതെ എനിക്ക് വേണ്ടി വേറൊരാൾ, ഇനിയിപ്പോൾ കത്തോലിക്കരൊക്കെ ആണെങ്കിൽ പറയുന്നത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ കുഞ്ഞു പൈതലിന് വേണ്ടിയിട്ട് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്തു പറയും? വിശ്വാസം ഏറ്റു പറയും. അങ്ങനെ ചെയ്യാനാണോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വിശ്വസിക്കുവാനുള്ള പ്രായമാകണം, എനിക്ക് വിശ്വസിക്കുവാനുള്ള ആ ഒരു കപ്പാസിറ്റി കിട്ടിക്കഴിയുമ്പോൾ വേണം ഞാൻ എന്ത് ചെയ്യുവാനായിട്ട്? ഞാൻ ദൈവത്തിൻ്റെ ആ ഒരു കൽപ്പന അനുസരിക്കുവാനായിട്ട് അല്ലേ? അല്ലാതെ എനിക്ക് വേണ്ടി വേറൊരാൾ ചെയ്തത് എന്ത് ചെയ്താലും അതെൻ്റെ രക്ഷയായിട്ട് കണക്കിടത്തില്ല. എനിക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ പറയണം, ഞാൻ തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷ കിട്ടത്തുള്ളൂ. ഇത് എല്ലാ ബൈബിളിലും, കത്തോലിക്ക ബൈബിൾ എടുത്താലും, CSIക്കാരുടെ ബൈബിളിൽ എടുത്താലും, പെന്തക്കോസ്തുകാരുടെ ബൈബിളിൽ എടുത്താലും, മർത്തോമക്കാരുടെ ബൈബിളിൽ എടുത്താലും, യാക്കോബിറ്റ്സിൻ്റെ ബൈബിൾ എടുത്താലും, ഏത് ബൈബിളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് വാക്കുകളുടെ വ്യത്യാസം. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ചിലത് ആധികാരികമായിട്ട് പറയുന്നു, അങ്ങനെ പല വിധത്തിൽ ഇതിനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളടക്കമെല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾക്ക് വേണ്ടി വേറൊരാൾ പറയുന്നതല്ല എൻ്റെ രക്ഷ എന്ന് പറയുന്നത്. ഞാൻ തന്നെ ദൈവത്തിൽ വിശ്വസിച്ച് ഏറ്റു പറയണം. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മൾക്ക് വചനം തന്നെ വായിച്ച് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് തന്നെ എടുക്കാം. ഓക്കെ, റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഏതാണ്? നമ്മുടെ റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ് എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. ഈ രക്ഷിക്കപ്പെട്ട വ്യക്തി മാത്രമേ എങ്ങോട്ട് പോകത്തുള്ളൂ? സ്വർഗത്തിലോട്ട് പോകാനുള്ള ഒരു എൻട്രി പാസ് അവന് ലഭിക്കത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞാലും പോകണമെന്നില്ല. അവൻ എന്ത് ചെയ്യണം? വചനത്തിൽ ജീവിക്കണം അല്ലേ? വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ അതിലേക്ക് വരാം. ഓക്കെ, അതിനു മുൻപ് നമ്മളുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രക്ഷിക്കപ്പെടണം. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് മാത്രം വെച്ചേക്കുന്നതാണോ? അല്ല. സ്വർഗരാജ്യത്തിലോട്ട് കിടക്കണമെന്ന് വിചാരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിന് ഒന്നാമത്തെ പടി എന്താണ്? യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. യേശുക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അംഗീകരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത്, റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്, എനിക്ക് തോന്നുന്നു കത്തോലിക്ക ബൈബിളിലൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാകും. എന്ന് വെച്ചാൽ 9-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ചിലപ്പോൾ 8 അങ്ങനെ ഏതാണ്ടൊക്കെയാണ്. ഞാനത് മറന്നുപോയി. അതൊക്കെ ഞാൻ ഫുള്ള് വായിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാകും. എന്തായാലും ഈ 10-ാമത്തെ അധ്യായത്തിനകത്ത് തന്നെ അത് കിടപ്പുണ്ട്. ഇവിടെ നമ്മൾക്കറിയാം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം അതിനകത്ത് കിടക്കുകയാണ്. യേശുവിനെ കർത്താവെന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും, യേശുവിനെ കർത്താവാണ്, യേശു കർത്താവാണ് എന്ന് വെച്ചാൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ അല്ലേ? അത് ആരാ പറഞ്ഞത്?
തോമസാണ് പറഞ്ഞത്. തോമസ് ദൈവം എന്താ പറയുക ഉയർത്തെഴുന്നേറ്റു എന്ന് തോമസ് വിശ്വസിച്ചില്ല. അപ്പോൾ ഈ തോമസിൻ്റെ അടുത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ തോമസാണ് പറഞ്ഞത്, എന്ത് പറഞ്ഞത്? ഇപ്പോൾ കത്തോലിക്കലെ തോമാസ് ലീഹ എന്നൊക്കെ പറയുന്ന തോമസ്. ഓക്കെ, ആ തോമസാണ് പറഞ്ഞത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിൽ കർത്തൃത്വം നടത്തുന്നവൻ എൻ്റെ ദൈവം, അല്ലേ? ആ ഒരു ദൈവത്തെയാണ് കർത്താവ് എന്ന് പറയുന്നത്. ഓർക്കുക, ഈ തോമസ് തന്നെയാണ് നമ്മുടെ ഭാരതത്തിലും സുവിശേഷീകരണത്തിനും വന്നതെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും വേറൊരാൾ ഏറ്റുപറഞ്ഞാൽ മതിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ തന്നെ എൻ്റെ വാഗൊണ്ട് ഏറ്റുപറയണം, അല്ലേ? യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതാണ് രക്ഷയുടെ ആദ്യപടി. എന്ന് വെച്ചാൽ യേശുക്രിസ്തു കർത്താവാണെന്ന് ഞാൻ എന്ത് ചെയ്യണം? അതരം കൊണ്ട് ഏറ്റുപറയണം. എൻ്റെ വാഗൊണ്ട് ഞാൻ ഏറ്റുപറയണം. പല്ലില്ലാത്തൊരു കുഞ്ഞിന് അത് ഏറ്റുപറയാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്താണ്? ഈ യേശു ആരാണ്, കർത്താവാണ് ആരാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വാഗൊണ്ട് ഏറ്റുപറയണം, അല്ലേ? എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു പ്രായപൂർത്തിയായ ആൾ, എന്ന് വെച്ചാൽ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയുടെ പ്രായപരിധി അല്ല ഞാൻ പറയുന്നത്. ഒരു അല്ലേ, നമ്മുടെ ബുദ്ധി ഉറച്ചിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ബുദ്ധിയിൽ നമ്മൾക്ക് ഗ്രഹിക്കുവാൻ പറ്റുന്ന പ്രായം. ആ പ്രായത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം. എന്നിട്ട് എന്താണ്? നമ്മൾ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തന് ലഞ്ചിച്ചു പോവുകയില്ല. ഓക്കെ, അത് അടുത്ത പടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? അതാണ് രക്ഷയുടെ ആദ്യപടി എന്ന് പറയുന്നതും യേശുക്രിസ്തുവിനെ കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറയണം, അല്ലേ? ഫസ്റ്റ് എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, പിന്നെ യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയണം. അതിനുശേഷം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവമാണെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം, അല്ലേ? അതിനുശേഷം എന്താണ്? നമ്മൾ സ്നാനമേൽക്കണം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, അല്ലേ? നമ്മൾ എന്തിനാ സ്നാനമേൽക്കുന്നത്? യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് യേശുക്രിസ്തുവിനോട് കൂടി ഒരു പുതു സൃഷ്ടിയായിട്ട്, പുതിയ നിയമ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ പ്രതീകമാണ് സ്നാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ഞാൻ ചെയ്യണം. അത് ദൈവത്തിൻ്റെ വചനമാണ്, കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണിത്. ഇത് നമ്മൾ അനുസരിച്ച് കഴിയുമ്പോഴേ നമ്മുടെ രക്ഷയുടെ ആദ്യപടിയാകുന്നുള്ളൂ. ഓക്കെ, ഇനി അവിടെ ദൈവത്തിന് പിന്നെ അങ്ങനെ ചെയ്തു കഴിയുന്ന രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക, അല്ലേ? അപ്പോൾ ആ ഒരു ദൈവ പൈതലിന് പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലംഘിച്ചു പോകുകയില്ല. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു, അല്ലേ? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അറിയാതെ കിടക്കുന്ന ജനങ്ങളുണ്ട്, അല്ലേ? രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന ജനങ്ങളോട് നമ്മൾ രക്ഷ അറിയിക്കുകയും വേണം. അതൊക്കെ ദൈവത്തിൻ്റെ വചനമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തിലേക്ക് വരാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ രക്ഷിക്കപ്പെടുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ വാഗൊണ്ട് യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറയണം. അതുകൂടാതെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ തന്നെ വിശ്വസിക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നു, ദൈവം അവനെ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവമാണെന്ന് ഞാൻ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ വിശ്വസിക്കണം, അല്ലേ? യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ നമ്മൾക്ക് രക്ഷയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾക്ക് രക്ഷയാകുന്നുള്ളൂ. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേരും, അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ്? വചനപ്രകാരം നമ്മൾ ജീവിക്കണം. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ നമ്മൾ ആ വചനപ്രകാരം ജീവിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു കാഹളധ്വനി കാഹളധ്വനി വരുന്ന സമയത്ത് നമ്മളത് കേട്ട് യേശുക്രിസ്തുവിനോട് നമ്മൾ നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കും, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ആ സമയത്ത് ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട്, പൗലോസ് പറഞ്ഞു വെക്കുന്നുണ്ട്, എന്താണ്? ജഡപ്രകാരം ജനിച്ച മക്കളല്ല, വാഗ്ദത്തപ്രകാരമുള്ളവരാണ് മക്കളെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നും പറയുന്നില്ല. പിന്നെ അവിടെ ആരാണ്? ആ ഒരുങ്ങിയിരിക്കുന്നവരല്ലേ? ഒരുങ്ങപ്പെട്ടവർക്ക് മാത്രമേ ആ സമയത്ത്, അതായത് നമ്മൾക്കറിയാം പിതാവാം ദൈവത്തിന് മാത്രമേ സമയം അറിയത്തുള്ളൂ, അല്ലേ? പുത്രന് പോലും അറിയത്തില്ല. അപ്പോൾ പുത്രനോട് പിതാവാം ദൈവത്തിൻ്റെ സമയം ഒരു ജാതികളുടെ പൂർണ്ണസംഖ്യ എന്നുള്ളതുണ്ട്. ആ സംഖ്യ ആയി കഴിയുമ്പോൾ ദൈവം എന്ത് പറയും? പിതാവാം ദൈവം പുത്രന് ആജ്ഞ കൊടുക്കും, നിന്റെ മണവാട്ടിയെ ചേർത്ത് കൊള്ളാൻ പറയും, അല്ലേ? അപ്പോൾ മണവാട്ടിനെ ചേർക്കാൻ പുത്രൻ വരുമ്പോൾ ആരൊക്കെ ഒരുങ്ങിയിരിക്കുന്നു? അവർ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ പെന്തകോസ്തുകാരും, അല്ലെങ്കിൽ എല്ലാ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരും, എല്ലാ സ്നാനപ്പെട്ടവരും എങ്ങോട്ട് പോകത്തില്ല? സ്വർഗത്തിലേക്ക് പോകത്തില്ല. ഒരുങ്ങപ്പെട്ടവർ മാത്രമേ പോകത്തുള്ളൂ എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമ്മൾക്കറിയാം, നമ്മൾ എന്തിനാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത്?
സുവിശേഷം നമ്മൾ മറ്റുള്ളവരോട് പറയണം. പറഞ്ഞാൽ മാത്രമേ അവർക്ക് എന്താകത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ മേലും സുവിശേഷം പറയുക എന്നുള്ളൊരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ താഴത്തെ വചനത്തിനകത്തോട്ട് വരാം. അതിൻ്റെ എന്താണ് നമ്മുടെ എന്താ പറയുക, റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് കിടക്കുകയാണ്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഈ വിശ്വാസം നമ്മൾക്ക് വരുന്നത് എങ്ങനെയാണ്? വിശ്വാസം വരണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ കേൾക്കണം അല്ലേ? ചിലതൊക്കെ കേട്ടാലേ നമ്മൾക്ക് വിശ്വാസം വരത്തുള്ളൂ. ആ കേൾക്കുന്നത് എന്ത് കേൾക്കണം? വചനം കേൾക്കണം അല്ലേ? അപ്പോൾ ഈ വചനം കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരത്തുള്ളൂ? വിശ്വാസം വരത്തുള്ളൂ. ഈ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? അത് ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിന് വിശ്വാസം വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നെല്ലാവരും അവിടെ ഇവിടെയും കവലകളിലും അവിടെയും ഇവിടെയും എല്ലാം നിന്ന് സത്യസുവിശേഷം വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് കേൾക്കുമ്പോൾ മാത്രമേ ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ. വിശ്വസിച്ചാൽ മാത്രമേ അവർ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ എല്ലായിടത്തും നടന്ന ആൾക്കാർ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയും വീടുകളിലൊക്കെ കയറി ഇറങ്ങി ദൈവത്തിൻ്റെ വചനം പറയുവാനുള്ള കാരണം. നമ്മൾക്കറിയാം, ഒരു ഭാഗത്തും വചനം കയറി ഇറങ്ങി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർ, ഇനി മറുഭാഗത്തും ഇത് കേൾപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടരല്ലേ. ഇത് കേട്ട് കഴിയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ വിശ്വാസം വരും, അവർ രക്ഷിക്കപ്പെടും. അപ്പോൾ ആ രക്ഷയിലേക്ക് വിടാതിരിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് എന്ത് ചെയ്യും? ഈ വചനം കേൾപ്പിക്കത്തേയില്ല. അതിന് ചില വ്യക്തികളെ കരത്തിലെടുത്ത് ഉപയോഗിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? വിശ്വാസത്തിന് വിരോധമായിട്ട് അവർ വിരോധികളായിട്ട് പ്രവർത്തിക്കും അല്ലേ? അവരെ കൊണ്ട് സുവിശേഷം പറയിപ്പിക്കാത്ത ചില വ്യക്തികൾ എഴുന്നേൽക്കും. അതൊക്കെ എന്താണ്? അവരിലൂടെ പിശാച് ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ തന്നെ വിശ്വസിച്ച് നമ്മളുടെ രക്ഷ നമ്മൾ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് രക്ഷ കിട്ടത്തുള്ളൂ. നമ്മൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിനുള്ള വാതിൽ നമ്മളുടെ മുൻപിൽ തുറക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നമ്മൾ കുറേ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ടിരിക്കരുത്. നമ്മളുടെ പൂർവികന്മാർ തുടർന്നു വന്നുകൊണ്ടിരുന്ന ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യം നമ്മൾ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം മതിയോ? അത് നമ്മൾ വാഗൊണ്ട് ഏറ്റുപറയണം. യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം, സ്നാനപ്പെടണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾക്ക് രക്ഷ കിട്ടത്തുള്ളൂ. നമ്മൾ എങ്ങോട്ട് പോകത്തുള്ളൂ? നിത്യത്തിലേക്ക് പോകുവാനുള്ള ഒരു എൻട്രി പാസ് നമ്മൾക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ പരിശുദ്ധാത്മാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ മാത്രമായില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക തന്നെ വേണം. അതനുസരിച്ചാൽ മാത്രമേ നിത്യതയിലേക്കുള്ളൊരു എൻട്രി പാസ് നമ്മൾക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് വെറുതാവായി തീരും. നമ്മൾ കുറേ പള്ളി പോയത് കൊണ്ടോ, കുറേ കുമ്പസാരിച്ചത് കൊണ്ടോ, കുർബാന സ്വീകരിച്ചത് കൊണ്ടോ, കുറേ പുണ്യവാളന്മാരുടെ മുൻപിൽ കുറേ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, നമ്മളവിടെ കൊണ്ട് പൂ അർപ്പിച്ചത് കൊണ്ടോ ഒന്നും ആകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. അത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കർത്താവാണെന്ന് വാഗൊട്ട് ഏറ്റുപറയണം. അതുകൂടാതെ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. 3-ാമത്തെ പടിയായ സ്നാനം ഏൽക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എല്ലാ ബൈബിളിനകത്തും എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മളത് വായിക്കാത്തത് കൊണ്ടോ ഗ്രഹിക്കാത്തത് കൊണ്ടോ ആണ് നമ്മൾക്കത് മനസ്സിലാകാത്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ മുൻപിലായിരിക്കുക. രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരും എല്ലാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം വായിക്കുക, വിശുദ്ധ ബൈബിൾ വായിക്കുക. ആ ബൈബിൾ മാത്രമേ നമ്മളെ രക്ഷിക്കത്തുള്ളൂ കേട്ടോ. അതിൽ എഴുതിയിരിക്കുന്നത് നമ്മളെ രക്ഷിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, നമ്മളവിടെ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനങ്ങളിൽ നമ്മൾ പോയാലും ഒന്നും നമ്മൾക്ക് രക്ഷ കിട്ടത്തില്ല. നമ്മളെന്താണ്? കുറേ കുരിശി ചുമന്ന് നമ്മൾ മല കയറിയത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിത് അടിസ്ഥാനമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾക്കറിയാം, നമ്മൾ സ്കൂളുകളിൽ പോകുന്നുണ്ടല്ലേ? സ്കൂളുകളിൽ പോകുന്ന പഠിക്കുന്ന എക്സാം എഴുതിയാൽ മാത്രമേ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിലോട്ടുള്ള പ്രൊമോഷൻ കിട്ടത്തുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ എക്സാം എഴുതിയില്ലെങ്കിൽ നമ്മളെ വീണ്ടും എവിടെ തന്നെ ഇരുത്തും? നമ്മൾ പഠിച്ച 1-ാം ക്ലാസ്സിൽ തന്നെ ഇരുത്തും അല്ലേ? 1-ാം ക്ലാസ്സിൽ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ 2-ാം ക്ലാസ്സിലോട്ട് പോകത്തുള്ളൂ അല്ലേ? അതുപോലെ നമ്മളുടെ ഓരോ എക്സാമുകളും എഴുതി നമ്മൾ പാസ്സാകണം എന്ന് പറയുന്നത് പോലെ വചനം വായിച്ചത് കൊണ്ട് മാത്രമായില്ല. വചനത്തിൽ പറഞ്ഞത് നമ്മൾ അനുസരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്, നമ്മൾ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായിട്ട് മാറുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. നമ്മളൊന്നും ചെയ്യേണ്ട. ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ ഇരിക്കുന്നതിന് മുൻപേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ വചനം ഒന്ന് ഗ്രഹിക്കുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയം തുറക്കും അല്ലേ? ദൈവം നമ്മളുടെ ഹൃദയം തുറന്നാലേ നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ വചനം ഗ്രഹിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വായിക്കാനിരിക്കുക. ദൈവം നമ്മളോട് നിശ്ചയമായും ഇടപെടും. വചനത്തിൻ്റെ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരും.
ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക, ഓർക്കുക. ഇതെന്താണ്? ഇത് നമ്മൾ തന്നെ ഇറങ്ങണം കേട്ടോ. നമ്മളെ ആരും വന്ന് രക്ഷിക്കാൻ വരത്തില്ല, നമ്മൾ തന്നെ ഇറങ്ങണം. അപ്പോഴാണ് നമ്മളൊരു ചുവടെടുത്ത് വയ്ക്കുമ്പോഴാണ് ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഓക്കെ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വചനം വായിക്കുക, ആ വചനം നമ്മളോട് ഇടപെടുന്നത് നമ്മൾ അനുസരിക്കുക. ആരെയും നോക്കണ്ട, കാരണം വേറെ ആരും വരത്തില്ല നമ്മളെ രക്ഷിക്കാൻ. നമ്മളെ രക്ഷിക്കാൻ വരുന്നത് നമ്മുടെ കർത്താവ് മാത്രമേ നമ്മളെ രക്ഷിക്കത്തുള്ളൂ. കാഹളം ധ്വനിക്കുമ്പോൾ തള്ളപ്പെട്ടു പോകുന്ന കൂട്ടത്തിലാകാതെ, നമ്മളുടെ എന്താ പറയുക, ജീവിതം വ്യർത്ഥമായി തീരാതെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ, അല്ലേ, നമ്മൾ എടുക്കപ്പെടുവാൻ, നിത്യതയിൽ എടുക്കപ്പെടുവാൻ, ഒരു നിത്യത, ഒരു സ്വർഗം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.